നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. സാധാരണഗതിയിൽ ഈ ഭരണകക്ഷി, ഭരണപക്ഷം, ഭരണ മുന്നണി ഇവർക്കെതിരാണ് സ്ഥാനം ഈ വിമർശനങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ ഒരുപാട് ഉയരുന്നത്. കാരണം അഴിമതി ആരോപണമായാലും ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വൈകല്യങ്ങളായാലും ആ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ. അതെ. പക്ഷേ അവരിപ്പോൾ ഗോളടിച്ചിരിക്കുകയാണ് UDF, കോൺഗ്രസ്. കാരണം CPM-നുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നതേയില്ല. അത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഈ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തുടങ്ങി പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ആരോപണങ്ങൾ, പുതിയ നേതാക്കൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. അത് വളരെ മോശമായി പോയി. അതായത് DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ആവശ്യം ഉയർന്നത് പിണറായി വിജയൻ്റെ വീട്ടിലെത്തി ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകരെ സംരക്ഷിക്കരുത്. അതെ. അപ്പം എന്തുമാത്രം കഥ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ DYFIയുടെ ഏഴിലത്തേക്ക് അടുപ്പിച്ചില്ല. ഈ ശ്യാമയാണെന്ന് തോന്നുന്നു ശ്യാമയാണ് ജില്ലാ സെക്രട്ടറി. ജില്ലാ സെക്രട്ടറി. എന്തായാലും ഇത്തവണ അതായത് ഇവർക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം ആര് പറഞ്ഞിട്ടാണ് ഈ 26 പേര് ഇവിടെ എത്തിയത്. ഇതിലാരും പാർട്ടി മെമ്പർമാരല്ലാത്ത ആരുമില്ല. എല്ലാവരും പാർട്ടി വിളിച്ചാൽ ഉടനെ ഓടിയെത്തുന്നവരാണ്. ഈ 26 പേരെയും DYFI തിരുവനന്തപുരം നേതൃത്വം തള്ളിപ്പറയണമെങ്കിൽ, തിരുവനന്തപുരം നേതൃത്വം മാത്രമല്ല സംസ്ഥാന നേതൃത്വം തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നുണ്ട്. അല്ല, ഈ 26 പേരും DYFI തള്ളിപ്പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ നേതൃത്വത്തെ അവരും അംഗീകരിക്കുന്നില്ല. അപ്രമാദിത്വം അവസാനിച്ചു. അതായത് പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന, പിണറായി വിജയന് വേണ്ടി നിൽക്കുന്ന ആരെയും ഇവർ കൂടെ കൂട്ടില്ല എന്ന് വ്യക്തമാകുന്നു. കാരണം അവർ ജാമ്യം തേടി ഹൈക്കോടതിയിലേക്ക് പോകാനിരിക്കുകയാണ്. കാരണം അതിലൊരു വിഷയം വരില്ല. കാരണം DYFIയുടെ ഒരു വിമർശനമായി തന്നെ നിൽക്കും. അത്ര രേഖകളുണ്ടാവും. പക്ഷേ തലശ്ശേരിയിലെ മുൻ MLA ആയിരുന്ന, നിയമസഭാ സ്പീക്കറായിരുന്ന N. ഷംസീർ നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവായിരുന്നു. കോടിയേരിയാണ് ഷംസീറിനെ മത്സരരംഗത്തേക്ക് ഇറക്കിയത്. അത് വ്യക്തിപരമായിട്ടറിയാം. ഷംസീറിനെ നേരെ പിടിച്ച് നിയമസഭ സ്പീക്കറാക്കി. എന്തിനാണ്? മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കാൻ, അല്ലേ? 2021 സംഭവിച്ചത്. അതെ. ഷംസീറിനെ സ്പീക്കറാക്കുന്നു, മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുന്നു. അവിടെ നിന്നും ഒറ്റപ്പെടുത്തലിൻ്റെ ദിനങ്ങൾ ആരംഭിച്ചു എന്നാണ് ഷംസീർ പറയാതെയും പറഞ്ഞുമൊക്കെ പറയുന്നത്. കാരണം ഷംസീർ വരെ പൊട്ടിത്തെറിച്ച് തുടങ്ങിയെങ്കിൽ CPM-നുള്ളിൽ എന്തൊക്കെയോ വലിയൊരു നീക്കങ്ങൾ നടക്കുന്നു. ഷംസീർ വരെ എന്നുള്ളതിനേക്കാളും ഷംസീർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു മറ്റു പലരും. അതായത് കണ്ണൂർ കുഞ്ഞാലി അനുസ്മരണത്തിലാണ് CPM പ്രവർത്തകനായ കുഞ്ഞാലി ഒരു രക്തസാക്ഷിയാണ്. ഈ കുഞ്ഞാലിയുടെ അനുസ്മരണത്തിലാണ് ഷംസീർ പറയാതെ പറഞ്ഞത് പലതും. അതായത് ഷംസീർ പാർട്ടിക്ക് തെറ്റുപറ്റി, പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടു, പല തീരുമാനങ്ങളും തെറ്റായിരുന്നു പാർട്ടിയുടേത്, തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയുടെ കനത്ത, അതായത് ഒരു 3ാം പിണറായി സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു. അത് വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ പോലും ആ ട്രെൻഡ് ഉണ്ടായിരുന്നു. എവിടെ? അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. പക്ഷേ ഷംസീർ പറയുന്നത്, കാരണം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ട് കൂടുതലും ഇടതുപക്ഷത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഈ സമീപകാലത്താണ് കുറച്ചൊക്കെ BJPക്ക് കിട്ടിത്തുടങ്ങിയത്, കോൺഗ്രസ്സിനും കിട്ടിത്തുടങ്ങിയത്. വാസ്തവത്തിൽ ഈ കോൺഗ്രസ്സുകാരായ ജീവനക്കാർ കോൺഗ്രസ് സംഘടനയിൽ അല്ലെങ്കിൽ BJPയുടെ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ വലിയ ഉത്സാഹമൊന്നും കാണിക്കില്ല. അവർ വോട്ട് ചെയ്താലായി, ചെയ്തില്ലെങ്കിലായി. ഇടതുപക്ഷം അങ്ങനെയല്ല, എണ്ണയിട്ട യന്ത്രം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ഈ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പം മുൻതൂക്കം LDFനായിരിക്കും, അല്ലെങ്കിൽ ഇടത് സംഘടനകൾക്കായിരിക്കും. അപ്പോൾ പക്ഷേ ഈ കുറി വോട്ടെണ്ണുമ്പോൾ അങ്ങനെ ഒരു മുൻതൂക്കമൊന്നും അവകാശപ്പെടാനില്ലായിരുന്നു. ഇരിക്കട്ടെ, നമുക്ക് അതിൻ്റെ കാരണം എന്താ പറയുക, എല്ലാ തവണയും പോസ്റ്റൽ ബാലറ്റ്, നമ്മൾ തപാലിൽ കിട്ടുന്ന പോസ്റ്റൽ ബാലറ്റ് അറ്റസ്റ്റ് ചെയ്ത് ഇവർ ബാലറ്റ് തപാൽ ഇതിലാക്കി പോസ്റ്റൽ വോട്ടാക്കി, പോസ്റ്റൽ വോട്ട് പോലെ കവറിലാക്കി സീൽ ചെയ്താണ് ഈ തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഇത്തവണ പക്ഷേ ഇവർ ഈ വോട്ടെണ്ണൽ നേരത്തെ തന്നെ ഇലക്ഷനൊക്കെ മുമ്പേ ഈ ഉദ്യോഗസ്ഥർ ഏത് ബൂത്തിലാണോ പോകുന്നത്, അവരുടെ മണ്ഡലം ഏതാണെന്ന് നേരത്തെ അറിയിക്കണം. അവർക്ക് അതേ പോളിംഗ് പരിശീലന കേന്ദ്രത്തിലും സാധന സാമഗ്രികൾ തലേദിവസം ശേഖരിക്കുന്നിടത്തും വോട്ട് ചെയ്യാനുള്ള
സംവിധാനമുണ്ടായിരുന്നു. അവർ അവിടെ EVM വോട്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ എന്തായാലും ശരി, ഷംസീർ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഷംസീർ പറഞ്ഞത് ഇതൊക്കെയാണ്. അപ്പോൾ ആ ട്രെൻഡ് പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ പോലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് EVM എണ്ണി തുടങ്ങിയപ്പോഴാണ് കളി മാറിയത്. അതൊരു ഒരു 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 പരിഹാസവും കൂടിയാണ് കേട്ടോ. എന്തായാലും ഇരിക്കട്ടെ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ ഷംസീർ സത്യത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റി, അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിമർശിച്ചത്. അപ്പോൾ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് ആവർത്തിക്കുമ്പോൾ സത്യത്തിൽ അത് ഷംസീർ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പിണറായി വിജയനെ അല്ലേ ഉദ്ദേശിക്കുന്നത്? വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിൻ്റെ, ക്യാപ്റ്റൻ്റെ, കാരണഭൂതൻ്റെ, ഇരട്ടച്ചങ്കൻ്റെ തീരുമാനങ്ങൾ കടുകിട വ്യത്യാസം വരുത്താതെ നടപ്പാക്കുകയല്ലായിരുന്നോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിച്ചത് പിണറായി വിജയനല്ലേ? അതുകൊണ്ടല്ലേ തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കേണ്ട ഷംസീറിന് ആ അവസരം നഷ്ടപ്പെടുകയും അവിടെ കാരായി രാജന് മത്സരിക്കാൻ അവസരമൊരുങ്ങുകയും ചെയ്തത്? അതുകൊണ്ടല്ലേ? ഇനി കോഴിക്കോടിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ശക്തി ദുർഗങ്ങൾ അത് തകർന്നു എന്ന് ഷംസീർ പറയുന്നു. പാർട്ടി കോട്ടകൾ അത് തകർന്നു എന്ന് പറയുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരുമൊക്കെ പാർട്ടിക്ക് തിരിച്ചടി കിട്ടിയത് വേണ്ട വിധത്തിൽ അവധാനതയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ചില്ല എന്നാണ് ഷംസീർ പറയുന്നത്. ആര് ചിന്തിച്ച് പ്രവർത്തിച്ചില്ല? സത്യത്തിൽ അവിടെയെല്ലാം പാർട്ടിയായിരുന്നോ പിണറായി ആയിരുന്നു? പിണറായിയാണ് പാർട്ടി, പാർട്ടിയാണ് പിണറായി. പിണറായിയും പാർട്ടിയും തമ്മിൽ വ്യത്യാസമില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ പിണറായി അല്ല പാർട്ടിയാണ് വലുത് എന്ന് നേതാക്കൾ ചിന്തിക്കാൻ തന്നെ തുടങ്ങി. ഇത് മറ്റൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസം, വിഭാഗീയത മറനീക്കി പുറത്തു വരികയാണ്. ഷംസീർ ഒറ്റയ്ക്കല്ല, ഷംസീറിൻ്റെ പിന്നിൽ ആളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ രാജേഷ് ജി, കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വന്നു. സത്യത്തിൽ അത് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടാണോ കേന്ദ്ര കമ്മിറ്റി കുറ്റപത്രമാണോ? കുറ്റപത്രമാണ്. പിണറായി വിജയനെതിരായ കുറ്റപത്രമാണ്. ആ കുറ്റപത്രം വന്നതിന് ശേഷം ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നത് ഷംസീറാണ്. ആദ്യത്തെ വെടി. അതായത് അവിടെ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഷംസീർ ആരുടെ കയ്യിലെ ചട്ടുകമാണെന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാകും. പക്ഷേ ഷംസീർ ഈ വെടി പൊട്ടിച്ചതിൻ്റെ കാരണം ഷംസീറിനെ ആർക്കു വേണ്ടിയിട്ടാണോ ഒതുക്കിയത്, ആർക്കു വേണ്ടിയിട്ടാണോ ഷംസീർ ബലിയാടാക്കപ്പെട്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ ഷംസീറിന് സീറ്റ് നിഷേധിച്ചത് ആർക്കു വേണ്ടിയിട്ടാണോ, അത് വളരെ കൃത്യമായിട്ട് ആ ആളിനെ കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഷംസീർ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയുടെ കുറ്റപത്രം പുറത്തു വന്ന ആദ്യത്തെ വെടി പൊട്ടിച്ചത് ഷംസീർ ആവുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പാർട്ടി വിഭാഗീയത പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. ഷംസീർ പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടു. ശരി, സമ്മതിച്ചു. ആരാണ് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത്? ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? അത് പറയാതെ ഷംസീർ മുങ്ങാങ്കുഴിയിട്ട് പോകുന്നത് ശരിയാണോ? വളരെ കൃത്യമായിട്ട് പറയൂ. ആരൊക്കെ ചേർന്നാണ് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത്? മാധ്യമങ്ങളാണോ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത്? PR ഏജൻസികളാണോ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത്? അതോ പാർട്ടിക്കുള്ളിൽ അക്കാലത്ത് കൊടികുത്തി വാണിരുന്ന പിണറായിസമാണോ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത്? ഷംസീർ അതിന് കുറെ കൂടെ വ്യക്തത വരുത്തേണ്ടതായിരുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആർക്ക് വേണ്ടിയിട്ടാണോ തന്നെ ബലിയാടാക്കിയത്, തന്നെ ഒതുക്കിയത്, ആ വ്യക്തിക്കെതിരെ പറയാതെ പലതും പറഞ്ഞിരിക്കുന്നു നമ്മുടെ മുൻ സ്പീക്കർ കൂടിയായ AN ഷംസീർ. എല്ലാവർക്കും അറിയുന്നതാണ് ഷംസീർ കോടിയേരി ഗ്രൂപ്പുകാരനാണ്. 2016 ഷംസീറിന് തലശ്ശേരി സീറ്റ് കിട്ടിയത് അതുവരെ കോടിയേരി 2011 കോടിയേരി വിജയിച്ച സീറ്റാണ് തലശ്ശേരി. 2006 നമുക്കറിയാം അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്ന് മത്സരിച്ച് കോടിയേരിയോട് പരാജയപ്പെട്ട ചരിത്രമൊക്കെ നമുക്കറിയാം. 2011 കോടിയേരി വിജയിച്ചു, 2001 കോടിയേരി വിജയിച്ചു. അങ്ങനെ വന്ന കോടിയേരി 2016 ആയപ്പോൾ പാർട്ടി സെക്രട്ടറി ആകേണ്ടി വന്നപ്പോൾ ഈ സീറ്റ് അദ്ദേഹം ഒഴിഞ്ഞു. ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കോടിയേരി മുന്നോട്ട് വെച്ചത് ഷംസീറിനെയാണ്.
ഷംസീർ അങ്ങനെയാണ് തലശ്ശേരിയിൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതും. അപ്പോൾ വളരെ കൃത്യമായിട്ട് കോടിയേരി ഗ്രൂപ്പ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. നേരെ മറിച്ച് 2021 വന്നപ്പോൾ അത് സംഭവിച്ചില്ല. ക്ഷമിക്കണം, 2021 പിന്നെ ഷംസീറിന് സീറ്റ് കിട്ടി. പക്ഷേ 2026 വന്നപ്പോൾ കോടിയേരി ഇല്ല, സീറ്റുമില്ല. ഷംസീറിനെ വെട്ടി ഒതുക്കി. ഷംസീർ പാർട്ടിയിൽ പ്രവർത്തിക്കട്ടെ, സ്വരാജ് പാർട്ടിയിൽ പ്രവർത്തിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്തത് സ്വരാജിൽ നിന്നാണ്. സ്വരാജാണ് അടുത്ത വെടി പൊട്ടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പി രാജീവായിരിക്കും അടുത്ത വെടി പൊട്ടിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ കണക്കൂട്ടലൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാം. ഇവിടെ വളരെ കൃത്യമായിട്ട് ഷംസീർ ഈ ഒരു 16-ലും 21-ലും നേടിയ വിജയം 26-ൽ ആവർത്തിക്കാതിരിക്കാൻ, കാരണം അങ്ങനെ വരുമ്പോൾ ഷംസീറിന് സീനിയോറിറ്റി അനുസരിച്ച് തുടർഭരണം കിട്ടിയാൽ, പിണറായി 3 ഉണ്ടായാൽ ഷംസീറിനെ മന്ത്രിയാക്കേണ്ടി വരും. അപ്പോൾ പിണറായി 3 പ്രതീക്ഷിച്ചിരുന്നു. ആര്? പിണറായിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ജനഹിതം മറിച്ചായിപ്പോയി. അവരുടെ പ്രതീക്ഷ പിണറായി 3 തുടരും. അങ്ങനെ തുടരുമ്പോൾ നിയമസഭയിൽ ഷംസീർ ഉണ്ടാകരുത്. ഷംസീർ ഉണ്ടായാൽ ഷംസീറിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. അതാർക്ക് വെല്ലുവിളിയാകും? മുഹമ്മദ് റിയാസിന് വെല്ലുവിളിയാകും. അങ്ങനെ മുഹമ്മദ് റിയാസിന് ഒരു വെല്ലുവിളി ഉണ്ടാകാതിരിക്കാനാണ് ഷംസീറിനെ വെട്ടിയത്. ഷംസീറിനെ സീറ്റ് കൊടുക്കാതെ ഇക്കുറി പാർട്ടിയിൽ പ്രവർത്തിക്കൂ, 5 കൊല്ലം പാർട്ടിയിൽ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ് ഷംസീറിനെ ഒഴിവാക്കിയത് അതുകൊണ്ട് തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഷംസീർ ഇപ്പോൾ പറയാതെ പറഞ്ഞുകൊണ്ട്, CPM എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഷംസീർ ഈ കുഞ്ഞാലി അനുസ്മരണത്തിൽ പ്രസംഗിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അവിടെയെല്ലാം CPIM എന്നുള്ളത് മാറ്റിയിട്ട് പിണറായി വിജയൻ എന്ന് ചേർത്താൽ കറക്റ്റാണ്. അപ്പോൾ പാർട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആലോചിച്ച് നോക്കണം. പാർട്ടിയുടെ പുന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലാണ് ഈ വെടി പൊട്ടിയിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആദ്യത്തെ വെടി പൊട്ടിയത് ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ചെറിയ ചെറിയ വെടികളൊക്കെ പൊട്ടി. അങ്ങനെ അതൊക്കെ നമുക്കറിയാം. താഴെ ബ്രാഞ്ച് കമ്മിറ്റി തൊട്ട് ഏതാണ്ട് ജില്ലാ കമ്മിറ്റി വരെ അതിശക്തമായ എതിർപ്പ് പിണറായിസത്തിനെതിരെ ഉണ്ട്. അത് നിലനിൽക്കുന്നു, അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം. അതിന് ആവോളം വെള്ളവും വളവും ഇന്ധനവും ഒക്കെ കൊടുത്ത് MA ബേബി മുതലുള്ള നേതാക്കൾ ഇങ്ങനെ ഏറ്റവും ഒടുവിൽ പറഞ്ഞാൽ സ്വരാജ്, ഷംസീർ വരെയുള്ളവർ അതിൻ്റെ കൂടെ ഉണ്ട്. അതെ, അല്ല ഈ ചർച്ച എന്തിനാണ്? എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാനാണ്. കനൽ ഇങ്ങനെ ഊതി 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 കത്തിക്കുകയാണ്. വിശാല സംസ്ഥാന സമ്മേളനത്തിൽ നമുക്ക് വലിയ പൊട്ടിത്തെറികൾ പ്രതീക്ഷിക്കാം. ഇരിക്കട്ടെ, ഇവിടെ വളരെ കൃത്യമായിട്ട് ഷംസീർ ആ കണ്ണൂർ ജില്ലയിൽ തന്നെ നടന്ന ഒരു രക്തസാക്ഷി അനുസ്മരണത്തിൽ അത് ആഞ്ഞടിച്ചിരിക്കുന്നു. എനിക്ക് കുഞ്ഞാലി രക്തസാക്ഷിയാണോ അല്ലയോ എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. എന്തായാലും കുഞ്ഞാലി അനുസ്മരണത്തിൽ അത് ആഞ്ഞടിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുടെ ഉറച്ച കോട്ടയായിരിക്കുന്ന കേരള CPM സമം കണ്ണൂർ CPM, അതാണ് അവസ്ഥ. കണ്ണൂരിലെ CPM ആണ് കേരളത്തിൽ CPM-നെ നിലനിർത്തുന്നത് എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും എതിരാളികളും പറയാറുണ്ട്. അങ്ങനെയുള്ള കണ്ണൂർ ജില്ലയിൽ തന്നെ വാസ്തവത്തിൽ ആ വിഭാഗീയതയുടെ വിത്തല്ല ഇട്ടത്, ഒരു പൊട്ടിത്തെറിയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അത് നിസ്സാര കാര്യമല്ല, നിസ്സാര സംഭവമല്ല. വളരെ കൃത്യമായിട്ട് അതിൻ്റേതായ ചലനങ്ങൾ പാർട്ടിക്കുള്ളിൽ സൃഷ്ടിക്കാൻ കഴിയും. ഇന്ന് ആലോചിച്ച് നോക്കൂ, ഷംസീർ ഇത് പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു നേതാവ് അതിനെക്കുറിച്ച് മിണ്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിണറായി വിജയനെതിരെയുള്ള യുദ്ധകാഹളമാണ് ഷംസീർ മുഴക്കിയിരിക്കുന്നത്. ഒരു സംശയവുമില്ല കാര്യത്തിൽ. അതും കണ്ണൂർ ജില്ലയിൽ നിന്ന് തലശ്ശേരിയിൽ മത്സരിച്ച് ജയിച്ച AN ഷംസീർ, കോടിയേരി പക്ഷക്കാരനായ മുൻ സ്പീക്കർ കൂടിയായ AN ഷംസീർ. ആ AN ഷംസീറിൻ്റെ വാക്കുകൾ വെറുതെയല്ല, അളന്ന് തൂക്കിയുള്ളതാണ്. അതിന് മുകളിൽ നിന്നും താഴെ നിന്നും, അതായത് പാർട്ടിയുടെ താഴെ തട്ടിൽ നിന്നും മുകൾ തട്ടിൽ നിന്നും നിർലോഭമായ പിന്തുണയും അനുഗ്രഹാശിസ്സുകളുമുണ്ട്.
അപ്പോൾ പാർട്ടിയിലെ വിഭാഗീയത ഇത് വളരെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിണറായി വിജയനെ പാർട്ടിയിൽ ഒതുക്കും. അത് ഒതുക്കാൻ വേണ്ടുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള നയപരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പേരാണ് വിശാല സംസ്ഥാന സമ്മേളനം. അത് വാസ്തവത്തിൽ വിശാല സംസ്ഥാന സമ്മേളനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ പിണറായി വിരുദ്ധ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കിയത് വളരെ കൃത്യമായിട്ട് ഈ വിശാല സംസ്ഥാന സമ്മേളനം എത്തുമ്പോഴത്തേക്കും പിണറായി ഒരു അരിക് ചേർക്കപ്പെടും, വളരെയധികം ഒതുക്കപ്പെടും, ഒതുക്കി ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തും. അവിടെ ഇരുന്നോണം. പിണറായിയെ പുറത്താക്കുമെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം അസ്തമിച്ചു കഴിഞ്ഞു. ഇനി പിണറായി വിജയന് വോയിസ് ഇല്ല. അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി പാർട്ടി പറയുന്നതനുസരിച്ചുകൊണ്ട് ഒരു മൂലയ്ക്കിരിക്കണം. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി തുടങ്ങി ഇങ്ങോട്ട് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വരെയുള്ള നേതാക്കൾ, അവർ തീരുമാനിക്കും, പിണറായി വിജയൻ അനുസരിക്കും. ഇതോടൊപ്പം ഷംസീർ മറ്റൊരു സൂചന കൂടെ നൽകുന്നുണ്ട്. പാർട്ടിയിൽ ശുദ്ധീകരണം ആവശ്യമാണ്, പുനർവിചിന്തനം ആവശ്യമാണ്, തെറ്റ് തിരുത്തൽ ആവശ്യമാണ്. അതിൻ്റെ അർത്ഥം ഈ ED അന്വേഷണത്തിൽ കാതലായ എന്തെങ്കിലും ഒരു നീക്കം നടന്നാൽ തീർച്ചയായിട്ടും സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയേണ്ടി വരും എന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ മുമ്പ് പല കാര്യങ്ങളും ഈ കുറ്റപത്രം വന്നപ്പോഴും നമ്മൾ ചർച്ച ചെയ്തു. പിണറായിയുടെ അവസ്ഥയെക്കുറിച്ച്, പിണറായിയുടെ ഭാവിയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിലേക്ക് ഒരു സ്റ്റെപ്പും കൂടെ കയറിയിരിക്കുകയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. ഓരോ സ്റ്റെപ്പായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോരോ ഘട്ടങ്ങളായിട്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകും. അത് പിന്നെ അവർ ഈ പറയുന്നത് പോലെ പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കാൻ നിശ്ചയിച്ചാൽ അതിന് കൃത്യമായൊരു മാനദണ്ഡമുണ്ട്, കൃത്യമായൊരു പദ്ധതിയുണ്ട്. അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒരാളെ വന്ന് ഒരു ദിവസം രാവിലെ നേരെ എടുത്ത് ചെവി തൂക്കിയെടുത്ത് അങ്ങ് പുറത്ത് കളയുന്നു, കോൺഗ്രസ് ചെയ്യുന്ന പോലെയോ മറ്റുമല്ല. അന്നൊരു അവരുടേതായൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ കൂടി ഇങ്ങനെ ഒതുക്കി കൊണ്ടുവന്നു. നമുക്കറിയാം AP അബ്ദുള്ള കുട്ടി എങ്ങനെയാണ് പാർട്ടിക്ക് പുറത്തേക്ക് പോയത്. അവസാനം ഗതികെട്ട് പാർട്ടിക്ക് പുറത്ത് പോകുമായിരുന്നു അല്ലേ. MV രാഘവനെ എങ്ങനെയാണ് അവർ പുറത്താക്കിയത്, KR ഗൗരിയമ്മയെ എങ്ങനെയാണ് പുറത്താക്കിയത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, വിശിഷ്യ അതിൻ്റെ കേരള ഘടകത്തിൻ്റെ വളരെ കൃത്യമായ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, CPI അല്ല, CPIM തന്നെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. അവർ എങ്ങനെയാണ് ഒരു നേതാവിനെ വെട്ടി ഒതുക്കുന്നതെന്നുള്ളത് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഒട്ടനവധിയുണ്ട്. അതിൽ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് സഖാവ് പിണറായി വിജയനോടുള്ള പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ട് ഷംസീർ ഇപ്പോൾ പറഞ്ഞത് കേവലം ഷംസീറിൻ്റെ അഭിപ്രായങ്ങളോ ഷംസീർ കണ്ടെത്തിയ പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. വളരെ ആസൂത്രിതമായി അങ്ങ് മുകളിൽ പോളിറ്റ് ബ്യൂറോ തുടങ്ങി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തുടങ്ങി താഴോട്ടുള്ള നേതാക്കളുടെ ഒരു കണ്ണി, എന്താ പറയുക, ചങ്ങലയുണ്ടല്ലോ, ചങ്ങലയിലെ കണ്ണികളായിട്ട് അങ്ങനെ ആ ഒരു ചങ്ങലയിൽ വളരെ കൃത്യമായിട്ട് ആഞ്ഞടിക്കേണ്ട സമയത്ത് ആഞ്ഞടിക്കേണ്ട സ്ഥലത്ത് വെച്ച് ആഞ്ഞടിക്കേണ്ട വ്യക്തി ആഞ്ഞടിച്ചിരിക്കുന്നു പിണറായി വിജയനെതിരെ. ഇതാണ് ഷംസീറിൻ്റെ ഈ പ്രസംഗത്തിന് പിന്നിൽ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും ഇത് നമുക്ക് ഓരോ ദിവസവും ഇനി പുതിയ പുതിയ സംഭവങ്ങളുണ്ടാവും. ഷംസീർ ആണെങ്കിൽ നാളെ സ്വരാജ് ആയിരിക്കും, മറ്റന്നാൾ P രാജീവായിരിക്കും. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഇത് പോവും. നമുക്കറിയാം പണ്ട് VS-ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് VS-നെ എന്താ പറയുക തീർത്ത് കളയണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച യുവ നേതാക്കളെയൊക്കെ നമുക്കറിയാം. അവർ ആർക്ക് വേണ്ടിയിട്ടാണ് നാവ് വാടകയ്ക്ക് കൊടുത്തതെന്നും നമുക്ക് അറിയാവുന്നതാണ്. സ്വരാജ്, ചിന്താ ജെറോം തുടങ്ങിയ ആൾക്കാരെല്ലാം VS-നെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ പാർട്ടി വേദികളിൽ, പുറത്തല്ല പാർട്ടി വേദികളിൽ അവർ ഉന്നയിച്ചു എന്ന വാർത്ത നമ്മുടെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടതാണ്. അന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഈ സ്വരാജ് നടത്തിയ പരാമർശത്തിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു.
പക്ഷെ എന്തുകൊണ്ടോ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ളവർക്ക് മറുപടി കൊടുക്കാൻ, ആ വിഷയത്തിൽ മറുപടി കൊടുക്കാൻ തയ്യാറായില്ല. പകരം അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനാണ് പാർട്ടിക്കാരൊക്കെ ശ്രമിച്ചത്. പല ചർച്ചകളിലും നമ്മളത് കണ്ടതാണ്. ഇടത് വിരുദ്ധനെന്നും സംഘിയെന്നും പിന്നെ വലതുപക്ഷ നിരീക്ഷകനെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കണക്കിന് പരിഹസിക്കാൻ, ആക്ഷേപിക്കാനൊക്കെ CPM നേതാക്കൾ തയ്യാറായത് കേരളം കണ്ടതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയ്ക്ക് നമ്മൾ കണ്ടതാണ്, 2006 ശേഷം. എന്തായാലും ഇപ്പോൾ പാർട്ടി ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വളരെ കൃത്യമായിട്ട് പിണറായി വിജയനെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രതിസന്ധിയാണ്. അതിതാ ഇപ്പോൾ ഷംസീറും അതിനകത്ത് ആ പട്ടികയിലേക്ക്, ആ ചങ്ങലയുടെ കണ്ണിയായി മാറിയിരിക്കുന്നു. അടുത്ത കണ്ണി ആരാണ് എന്നുള്ളത് മാത്രം നമ്മളിനി അന്വേഷിച്ചാൽ മതി.